ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ മാക് ഫ്രീ സ്റ്റൈൽ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നമ്മൾ സ്റ്റണ്ട് ചെയ്യുന്നവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇപ്പം ഈ വീഡിയോയുടെ തംബ്നെയിൽ കണ്ട ആൾക്കാർ എന്തായാലും കയറി നോക്കും. അങ്ങനെയുള്ളവർ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയായിരിക്കും വന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് സേഫ്റ്റിയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നിർബന്ധമായിട്ടും ബൈക്ക് സ്റ്റണ്ട് ചെയ്യുന്ന ആരുമായിക്കോട്ടെ ഏറ്റവും നിർബന്ധമായിട്ട് ഹെൽമെറ്റ്, ഷൂസ്. ഒരു ബൈക്ക് സ്റ്റണ്ട് ചെയ്യുന്ന ഒരാൾ ക്രാഷ് ആകുമ്പോൾ ഹെൽമെറ്റ്, ഷൂസ് മിനിമം അത് നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വീണ് കഴിഞ്ഞാൽ ഹെഡ് ഇഞ്ചറി, ഏത് ആക്സിഡൻ്റ് ആണെങ്കിലും ഹെഡ് ഇഞ്ചറി, അതിപ്പം ഇതുപോലും ആണല്ലോ, ഇപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഏത് സ്പോർട്സിലാണെങ്കിലും ഹെഡ് ഇഞ്ചറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്റ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് വളരെ നിർബന്ധമായിട്ട് നമ്മൾ നമ്മുടെ സേഫ്റ്റി, ബൈക്കിൽ പ്രത്യേകിച്ച് നോർമൽ ബൈക്കിൻ്റെ സേഫ്റ്റി റൂൾസിലുള്ളൊരു കാര്യമാണ് ഹെൽമെറ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം. പിന്നെ ബൈക്ക് സ്റ്റണ്ട് ചെയ്യുന്ന ആൾക്കാർ വീണാൽ ഉണ്ടാകുന്ന നോർമൽ ഒരു ചെറിയ വീഴ്ച പോലും ഉണ്ടാകാൻ സാധ്യതയുള്ള പരിക്കുകൾ എന്ന് പറയുന്നത് ഉള്ളം കൈയിലെ തൊലി പോകുന്നത്, മുട്ട്, അതുപോലെ തന്നെ നമ്മുടെ കാൽ വിരലുകൾ, ഇതൊക്കെ വീഴ്ചയിലുണ്ടാകുന്ന അപകടങ്ങളിൽ സ്ക്രാച്ച് ആവാൻ സാധ്യത. അപ്പം ഏറ്റവും ഇഞ്ചേർഡ് ഹെവി ആയിട്ട് വരുന്നത് ഹെഡാണ്. അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഹെൽമെറ്റ് മസ്റ്റായിട്ട് വെക്കണം. മിനിമം ഇതായിട്ട് ഹെൽമെറ്റും അതുപോലെ തന്നെ ഷൂസും നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. മറ്റ് കാര്യങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്, മറ്റുള്ളതും ഉള്ളവർ അത് ഉപയോഗിച്ച് തന്നെ ചെയ്യുക, ഇല്ലാത്തവർ അത് വാങ്ങിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ 2 എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ആണ്. നമ്മൾ നിർബന്ധമായിട്ടും സ്റ്റണ്ട് ചെയ്യുന്നവർ ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആ വണ്ടിക്ക് ഡോക്യുമെൻറ്റ്സ് നിർബന്ധമായിട്ടും എന്തൊക്കെയാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ RC പക്ക ആയിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വണ്ടിയുടെ ഇൻഷുറൻസ് മസ്റ്റായിട്ടും വണ്ടിക്ക് ഉണ്ടായിരിക്കണം. നമ്മളും ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അപകടം സംഭവിച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് റിസ്ക് പിടിച്ചാൽ, അതിപ്പോൾ ഇത് തന്നെയാണെന്നില്ല, മഡ് റേസ് ഓടിക്കുന്നത്, അതുപോലെ അഡ്വഞ്ചർ സ്പോർട്സിൽ പോകുന്ന ആൾക്കാരെല്ലാം ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ഇൻഷുറൻസ് മസ്റ്റായിട്ടും വണ്ടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചും, അതുപോലെ നമ്മുടെ സ്റ്റണ്ട് ചെയ്യുന്ന ഒരാൾക്ക് നിർബന്ധമായിട്ടും പോലീസ് പിടിച്ചാലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജെന്യൂൻ ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യുന്ന വണ്ടിയുടെ പേപ്പേഴ്സ് മസ്റ്റായിട്ട്, അത് ഏത് പഴയ വണ്ടി ആയിക്കോട്ടെ, എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പക്ക ആയിട്ടുള്ള വണ്ടികളിൽ മാത്രം സ്റ്റണ്ട് ചെയ്ത് പഠിക്കും. നമ്പർ 3, പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. എന്ന് പറയുമ്പോൾ പബ്ലിക്കായിട്ടുള്ള റോഡുകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ വന്ന് പോകുന്ന റോഡുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്ത് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ഞാൻ പറയുന്നത്. പ്രാക്ടീസ് സ്പോട്ടിൽ പോകുമ്പം 1-2 ഫ്രണ്ട്സ്, ഒരിക്കലും ഒറ്റയ്ക്ക് പോയി കിടന്ന് ആരെയും ചലഞ്ച് ചെയ്തുകൊണ്ട് ചുമ്മാ ഞാൻ വേറൊരു ലെവലിലായിട്ട് കാണിക്കും എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് പോയി കിടന്ന് സ്റ്റണ്ട്സ് ചെയ്യരുത്. ഏത് നിമിഷവും നമുക്ക് അപകടം സംഭവിക്കാവുന്ന ഒരു സ്പോർട്സാണ് സ്റ്റണ്ട് റൈഡിങ്, ബൈക്ക് സ്റ്റണ്ടിങ്. അപ്പം 100% ഒരാളെ എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിരിക്കണം. അപകടം സംഭവിച്ചാൽ നമ്മളെ കൊണ്ടുപോകാനും മറ്റ് കാര്യങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഒരാളെ ഒരിക്കലും ഒറ്റയ്ക്ക് പോയി സ്റ്റണ്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ സ്റ്റണ്ട് ചെയ്യാവൂ. പബ്ലിക്കായിട്ട് ചെയ്യുന്ന ഒരു റൈഡറെ ഒരിക്കലും നമുക്ക് പ്രൊഫഷണലായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. നല്ലൊരു സ്റ്റണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നല്ലതായിട്ട് സ്റ്റണ്ട് ചെയ്ത് വരണം എന്നാഗ്രഹിക്കുന്ന റൈഡേഴ്സ് ഒരിക്കലും റോഡിൽ കിടന്നോ അല്ലെങ്കിൽ മറ്റുള്ള കോളേജിൻ്റെയോ അല്ലെങ്കിൽ വല്ല ആൾക്കാരുടെയൊക്കെ മുമ്പിൽ പറയുമ്പോൾ എടുത്തു വെച്ച് ചെയ്ത് കാണിക്കാനോ ചെയ്ത് ട്രൈ ചെയ്യുന്നൊരു പരിപാടിയല്ല സ്റ്റണ്ടിങ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പ്രൈവറ്റായിട്ടുള്ള സ്ഥലമായിരിക്കണം, നമ്മുടെ കൂടെ എപ്പോഴും ആൾക്കാരുണ്ടായിരിക്കണം ചെയ്യുന്ന സമയത്ത്. നമ്പർ 4 ആയിട്ട് പറയാനുള്ളത്, നമ്മൾ എപ്പോൾ പ്രാക്ടീസിന് പോകുന്നതിന് മുൻപായിട്ട്, നമ്മൾ ഏത് ദിവസം എപ്പോഴായിക്കോട്ടെ പ്രാക്ടീസിന് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഹാഫ് അവർ വണ്ടിയെക്കുറിച്ചൊന്ന് വണ്ടിയുടെ കണ്ടീഷൻ മൊത്തത്തിൽ ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഏത് മോട്ടോർ സ്പോർട്സിലാണെങ്കിൽ പോലും, മഡ് റേസ് ആയിക്കോട്ടെ, ട്രാക്ക് റേസ് ആയിക്കോട്ടെ, എന്ത് റേസ് ആണെങ്കിലും, എന്ത് മോട്ടോർ സ്പോർട്സിൻ്റെ പരിപാടിയാണെങ്കിലും അവർ വണ്ടി ഫുള്ളായിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഷോയ്ക്ക് പോകണോ അല്ലെങ്കിൽ വേറെ ലെവലിൽ ചെയ്യുന്നവരെ നോക്കണ്ട. നമ്മൾ ബിഗിനിങ് ആണെങ്കിലും എന്താണെങ്കിലും വണ്ടിയാണ്, ഒരിക്കലും നമ്മൾ മനുഷ്യർ വിചാരിക്കുന്നത് പോലെ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട്
വണ്ടിയുടെ എ ടു ഇസഡ് നമുക്ക് ബ്രേക്ക്, ബേസിക്കായിട്ട് ബൈക്ക് സ്റ്റണ്ട് പഠിക്കുന്നവർക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ബ്രേക്ക്, അതിൻ്റെ ചെയിനിൻ്റെ ടൈറ്റ്, അതുപോലെ എയർ, ബൈക്കിൻ്റെ എയർ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. വണ്ടിയുടെ ഈ പറഞ്ഞ പോലെ പെട്രോൾ, കാർബറേറ്റർ മിസ്സിങ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും സംതിങ്, എന്തെങ്കിലും ഇലക്ട്രിക് പ്രോബ്ലം, അങ്ങനെ എന്തും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ബൈക്കുമായിട്ട് സംബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ പ്രാക്ടീസ് സ്പോട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാവൂ. അതല്ലെങ്കിൽ ഒരു ഷോയ്ക്ക് പോകുമ്പോൾ ഷോ ചെയ്യാവൂ. കാര്യം അതിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടെ ഇപ്പം കാർബറേറ്റർ മിസ്സിങ് ഉണ്ട്, നമ്മൾ ഒരു ഐറ്റം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി ഓഫായി താഴാൻ സാധ്യതയുണ്ട്. ഇലക്ട്രിക് കംപ്ലൈൻറ്റ് ഉണ്ടായാലും വരാം. എയർ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചെയിൻ ടൈറ്റാണോ, നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെയിൻ ഊരി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും നിസ്സാരമായിട്ട് കാണാതെ അതിനെല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യാൻ പോകാവൂ. നമ്പർ 5, നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റണ്ട്സിന് ഉപയോഗിക്കുന്ന വണ്ടി പ്രൈവറ്റ് ആയിട്ടുള്ള ഉപയോഗങ്ങൾ, ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റണ്ട് ചെയ്യുന്ന വണ്ടി ആ പർപ്പസിന് മാത്രം ഉപയോഗിക്കുക. കാര്യം മിക്കവാറും അതിന് മഡ് ഫ്ലാപ്പ് കാണില്ല, മിറർ കാണില്ല, അല്ലെങ്കിൽ ഈവൻ മിറർ ഊരി വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും സ്റ്റണ്ട്സ് ചെയ്യുന്ന ഒരു വണ്ടി നമ്മൾ സ്റ്റണ്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. പ്രൈവറ്റ് ആയിട്ടുള്ള ഫാമിലി ഉപയോഗത്തിന്, നമ്മുടെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ആ വണ്ടി എടുത്ത് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ അതിന് വേണ്ടി നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു വണ്ടി വാങ്ങുക. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ 2 വണ്ടി വാങ്ങാനുള്ള സാമ്പത്തികമൊന്നും കാണണമെന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ഈ വണ്ടി എടുത്ത് ലോങ് റൈഡോ അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ 4 റൂളിൽ പറഞ്ഞതുപോലെ നിങ്ങൾ വണ്ടിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഓൾട്രേഷൻ സംതിങ്, ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് കാണും, അല്ലെങ്കിൽ സ്പ്രോക്കറ്റ് വലുതായിരിക്കും ഇട്ടിരിക്കുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ മിറർ കാണില്ല, ഹെഡ്ലൈറ്റ് കാണില്ല, ഇത് ചെയ്ത് നമ്മൾ നോർമൽ കണ്ടീഷൻ, ഒരു വണ്ടി റോട്ടിൽ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് നമ്മുടെ നിയമം പറയുന്നു, അതുപോലെ വണ്ടി റിട്ടേൺ ആക്കിയതിന് ശേഷം അല്ലാതെ ഒരിക്കലും നമ്മൾ ഈ വണ്ടി എടുത്തു വെച്ച് പേഴ്സണൽ യൂസിന് സ്റ്റണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പറഞ്ഞ 5 കാര്യങ്ങളാണ് എൻ്റെ ചാനലിലൂടെ കണ്ട് സ്റ്റണ്ട്സ് പഠിക്കാൻ പഠിക്കുന്നവരോടോ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് പറഞ്ഞു, നീ ഇപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാവരും പല രീതിയിൽ അത് മിസ്യൂസ് ചെയ്യും എന്നുള്ളത്. ഞാനല്ലെങ്കിൽ ഇപ്പം ഞാനൊരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനുള്ളതാണ്. എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. ആ പറഞ്ഞു തരുന്നതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ റോങ് ആയിട്ട് ഇപ്പം ഇതറിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾ റോഡിൽ കിടന്ന് സ്റ്റണ്ട് ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റണ്ട് ചെയ്യേണ്ട രീതികൾ അറിയാതെ വീണ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് തന്നെ സ്റ്റണ്ട് ചെയ്ത് പഠിക്കാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ച് മുന്നോട്ട് വരാനും അങ്ങനെ ആ രീതിയിൽ പ്രൊഫഷണലായിട്ടുള്ളൊരു സ്റ്റണ്ട് കരിയർ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്യുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഓക്കെ, ബൈ.